നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ 2026 വിഷുഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഓരോ രാശിക്കാർക്കും വിഷുഫലം എങ്ങനെയാണ്? 2026 ഏപ്രിൽ മാസം 14 തൊട്ട് വിഷു ആരംഭിക്കും. അപ്പോൾ വിഷുഫലം 2027 ഏപ്രിൽ 13 വരെ നിൽക്കുന്ന ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലത്തിലൂടെ അറിയണം. ഓരോ രാശിക്കാർക്കും അവരുടെ ഫലം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വർഷം നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോണേ. ചിങ്ങൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഉത്രത്തിൽ കാല്, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ശരിക്ക് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ അത്ര സന്തോഷപ്രദമായ ഒരു വർഷമല്ല. നിങ്ങൾ കുറച്ച് ഏറെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. അത് ബിസിനസ് തുടങ്ങുന്നതാവട്ടെ, അതുപോലെ സാമ്പത്തിക ഇടപാടുകളായിട്ട് ബിസിനസ്, പൈസ ഇടപാടുകൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, അത് റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, മറ്റ് ഊഹ കച്ചവടങ്ങളായിട്ട് ഉള്ള ഷെയർ മാർക്കറ്റ് ആവട്ടെ, ലോട്ടറി ബിസിനസ് ആവട്ടെ, അതുപോലെ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, മറ്റ് ബിസിനസ് ആദ്യ കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, ധന ഇടപാടുകൾ ചെയ്യുന്നവരാവട്ടെ സൂക്ഷിക്കണം. കാരണം പൈസ പുറത്തു പോയാൽ തിരിച്ചു വരാതെ വരും. അപ്രതീക്ഷിത ധനവ്യയം ഉണ്ടാവും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതുപോലെ കാര്യവിഘ്നം വരും. തടസ്സം കൂടാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എല്ലാത്തിനും തടസ്സം. മാത്രമല്ല ശത്രുക്കളുടെ എണ്ണം കൂടും. അപ്പോൾ നെഗറ്റീവ് കയറുമ്പോൾ എന്ത് ചെയ്യും? പോസിറ്റീവ് കുറയും. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് അതൃപ്തി ഉണ്ടാക്കും. അപ്പോൾ അസൂയാലുക്കളും ശത്രുക്കളും ഉണ്ടാവും. ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ രാശിക്കാരുടെ ഫലമാണ്. ചിങ്ങരാശിക്കാർക്ക് ജാതകപ്രകാരമോ അല്ലാതെയോ നല്ല സമയം നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറ്റിമറിഞ്ഞു പോവും. ഞാൻ കോമൺ ആയിട്ടുള്ള ഫലമാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ കോമൺ ആയിട്ടുള്ള ഫലമെങ്കിൽ 50% അനുഭവിച്ചേ തീരുള്ളൂ. പക്ഷെ അതിൽ നിന്ന് അതിജീവിച്ച് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ സമയം എങ്ങനെയെന്ന് നോക്കണം. മക്കളുടെയോ ഭാര്യയുടെയോ സമയം നല്ലതാണെങ്കിൽ ഈ സമയം എഫക്റ്റ് ചെയ്യാതെ പോവും. സന്തോഷപ്രദമായ അവസ്ഥയുണ്ടാവും. കാരണം ഒരാളിന് കൊള്ളൂല എങ്കിലും മറ്റൊരാളിൻ്റെ, ഇപ്പം നമ്മളെ കയ്യിൽ 2 പേര് യാത്ര ചെയ്യുകയാണ്, 2 ടോർച്ചുമായിട്ട് പോകണം. ഒരാളുടെ ടോർച്ച് ഫീസായിപ്പോയി, മറ്റൊരാളുടെ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഈ ആളും കൂടി യാത്ര ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരുടെ അംഗം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരുടെ സമയം കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ സാധിക്കും. ഇല്ല അവിടെ കൊള്ളൂല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആചാര്യനെ സമീപിച്ചിട്ട് ഈ സമയദോഷമുണ്ട്, എനിക്ക് ജാതകപ്രകാരവും കൊള്ളാമോ, മറ്റെന്തെങ്കിലും ദോഷമുണ്ട്, അതിന് എന്ത് പരിഹാരം ചെയ്യാം എന്ന് ചിന്തിച്ച് ഈ ദോഷ പരിഹാരം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയം കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും മറ്റുള്ളവരും കൂടി അറിയണം. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ മറ്റുള്ളവരെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അപകടങ്ങളിൽ പെടാതെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ നോക്കി നമുക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഓരോ യൂട്യൂബ് ലൈവൊക്കെ ചെയ്യുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഗുണപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.